അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇൻ ഗ്രേസ് ഫെലോഷിപ്പ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവം ലഭിച്ച ഈ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ചെറിയാൻ, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റർ ശൈല ജോഷി, മറ്റ് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാല ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച സിസ്റ്റർ ബീന സിസ്റ്ററിനെ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ. പ്രത്യേകാല ഇന്ന് നമ്മളായിരിക്കുന്ന സിറ്റുവേഷൻ ഗൾഫ് മേഖലയിലും മറ്റ് ഇടങ്ങളിലും ഒക്കെ വളരെ നമ്മുടെ ദൈവജനം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ആശങ്കയോടായിരിക്കുമ്പോൾ അവിടെയുള്ള സമാധാനത്തിനായി നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അല്പസമയം ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? 1 പത്രോസ് 5:6. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ. അടുത്ത വാക്യം കൂടി. അവൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ഓക്കെ, ഈ വാക്യത്തിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ദൈവവചനവുമായി കർത്താവെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് വരികയാണ്. കർത്താവെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പങ്കെടുക്കുന്ന ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ അവിടുത്തെ ദാസിദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള ആത്മീയ ദൂതുകളെ ഈ വചനത്തിലൂടെ പ്രകാശിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. കുറച്ചു നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുന്നു ഇലക്ട്രിസിറ്റി. ഓക്കെ, നമ്മൾ വായിച്ച വാക്യം, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പീൻ എന്നുള്ള വചനമാണ്. രണ്ടാമത്, അവൻ നമുക്ക് കരുതുന്നാകിയാൽ നമ്മുടെ സകല ചിന്താകളും അവന്റെ മേൽ ഇട്ടുകൊള്ളും. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉയർച്ചകൾ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവം നമുക്കായി കരുതുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ ദൈവത്തിന് തൻ്റെ തക്ക സമയമുണ്ടെന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവത്തിന് ഒരു സമയമുണ്ട്. ആമേൻ, സ്തോത്രം. തക്ക സമയത്താണ് ദൈവം നമ്മെ ഉയർത്തുന്നത്, നമ്മെ കൈപിടിച്ച് ഉയർത്തുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിന്റെ ക്ലോക്കും അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ക്ലോക്കും നമ്മുടെ ക്ലോക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ സമയത്തല്ല ദൈവത്തിന്റെ സമയത്താണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. നമുക്കറിയാം, കാനായിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങളുടെ ആരംഭമായി യേശു കർത്താവ് അത്ഭുതം ചെയ്യുമ്പോൾ, ആ വീട്ടിൽ വീഞ്ഞ് പോരാതെ വരുമ്പോൾ യേശുവിന്റെ അമ്മയായ മറിയ യേശുവിനോട് വന്ന് പറയുന്നു, വീഞ്ഞു പോരാതെ വന്നു, നീ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ മറുപടി, എൻ്റെ സമയം, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, യേശുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും, പക്ഷെ ആ സമയമായിട്ടില്ല. അപ്പോൾ ആ സമയമായപ്പോൾ യേശു അവിടെ ഒരു വലിയ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. അപ്പോൾ ആ കറക്റ്റ് സമയമായപ്പോഴാണ് ദൈവത്തിന്റെ അത്ഭുതം അവിടെ വെളിപ്പെടുവാനിടയായി തീർന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ നമുക്കറിയാം. കാലസമ്പൂർണതയിൽ അല്ലെങ്കിൽ വർഷങ്ങളായി പ്രവചനമുണ്ട്, കാത്തിരുന്നാൽ ആ തക്ക സമയമായപ്പോഴാണ്
യേശു കർത്താവിന്റെ ആ ജനനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഓരോന്നിനും ലാസറിന്റെ മരണം, മരിച്ച് 4 ദിവസമായപ്പോഴാണ് കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ അല്ലെങ്കിൽ ലാസർ മരിച്ചു എന്നറിഞ്ഞ് യേശു കടന്നു വന്നിട്ടില്ല. എന്നാൽ കൃത്യസമയമായപ്പോൾ 4-ാം ദിവസം നാറ്റം വെച്ച് തുടങ്ങിയ ആ ബോഡി നാറ്റം വെച്ച് തുടങ്ങിയ ആ സമയത്താണ് കടന്നു വരുവാനിടയായി തീർന്നത്. അതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ തക്ക സമയത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വാഗ്ദത്തം കൊടുത്തു. 75-ാമത്തെ വയസ്സിലാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുക്കുന്നത്. നിനക്ക് സന്തതി ഉണ്ടാകുമെന്ന്, അല്ലെങ്കിൽ നീ ബഹുജാതികൾക്ക് പിതാവാകും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽത്തരയിലെ മണല് പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം കൊടുത്തത്. എന്നാൽ 25 വർഷം അബ്രഹാമിന് കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു തലമുറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാഗ്ദത്തം നിവർത്തിക്കുവാൻ, അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി ഉണ്ടാകുവാൻ. പ്രിയമുള്ളവരെ, ദൈവിക വാഗ്ദത്തത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. സഭാപ്രസംഗി 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സകലത്തിനും ഒരു സമയം ഉണ്ട് എന്ന് നമ്മൾ ആ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജോസഫിനെ കുറിച്ച് നോക്കുമ്പോൾ ജോസഫിന് ദൈവം അല്ലെങ്കിൽ ഒരു ദർശനം കൊടുത്തു, അല്ലെങ്കിൽ ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. എന്നാൽ 13 വർഷം ഇശായിയുടെ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ അവിടെ ദാവീദിനെ അന്വേഷിക്കുമ്പോൾ ദാവീദ് ആ കാട്ടിൽ ആടിനെ മേയിച്ച് നടക്കുകയാണ്. അവിടെ ഇശായി പറയുന്നു, ഇനി നിന്റെ മകൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നത് ഒരുത്തനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയിച്ച് നടക്കുകയാണ്, അവനെ വിളിപ്പീൻ, അവൻ വന്നിട്ടല്ലാതെ ഈ യാഗം ഇവിടെ നടക്കുകയില്ല, അല്ലെങ്കിൽ യാഗം ആരംഭിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ആ ലോകം നമ്മളെ കാണുന്നത് പോലെ അല്ല ദൈവം നമ്മെ കാണുന്നത്. ലോകം കാണുമ്പോൾ ദാവീദ് ഒരു ആട്ടിടയനാണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കനാണ്, ഒരു കഴിവുമില്ലാത്തതാണ്. പക്ഷെ ദൈവം അവനെ കാണുന്നത് അടുത്ത ഇസ്രായേലിന്റെ രാജാവായി മാറുവാനുള്ളവനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും ലോകം വിധിക്കുന്നത് പോലെ അല്ല, ലോകം കാണുന്നത് പോലെ അല്ല നമ്മെ ദൈവം കാണുന്നത്. കാരണം അവൻ നമ്മുടെ ഭാവി അറിയുന്നു. ലോകം കാണാത്ത ഒന്ന് ദൈവം നമ്മിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. മോശ, നമുക്കറിയാം, വാഗ്ദത്ത സന്തതി മോശ ജനിക്കുമെന്ന് ഹല്ലേലൂയ അരുളപ്പാടുണ്ട്. അത് മനസ്സിലാക്കിയ അന്നത്തെ ഭരണാധികാരി എബ്രായരുടെ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നു കളയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഹല്ലേലൂയ, വാഗ്ദത്ത സന്തതിയായ മോശയെ കൽപ്പന പുറപ്പെടുവിച്ച ആ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ ഹല്ലേലൂയ അവൻ വളരുവാൻ ദൈവം സഹായിച്ചു. ദൈവം കൽപ്പന പുറപ്പെടുവിച്ച അതേ ഫറവോൻ കൽപ്പന പുറപ്പെടുവിച്ച അതേ വീട്ടിനകത്ത് വാഗ്ദത്ത സന്തതിയെ വളർത്തിയവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എന്നാൽ നമുക്കറിയാം, പിന്നീട് മോശ ആ
അനുഭവങ്ങളൊക്കെ മാറി അമ്മായിപ്പനായ ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ അവരിങ്ങനെ ആടിനെ മേയിച്ച് നടക്കുമ്പോൾ തന്റെ ആ വാഗ്ദത്തം എല്ലാം താൻ, അല്ലെങ്കിൽ അതെല്ലാം മറന്നു, അല്ലെങ്കിൽ ആ അനുഭവങ്ങളെല്ലാം വിട്ട് അവന് വർഷങ്ങളായി, നീണ്ട 40 വർഷമായി മരുഭൂമിയിൽ ആടിനെ മേയിച്ച് ആ ഒരു അനുഭവത്തിലൂടെ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, മോശ ജനിക്കുന്ന സമയത്ത് ഒരു ദിവ്യ സുന്ദരനായിരുന്നു, അല്ലെങ്കിൽ ആ കോമളനായിരുന്നു. അവൻ അതേ നിലയിലാണ് ആ കൊട്ടാരത്തിൽ വളരുവാനിടയായത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ മോശ, ഹല്ലേലൂയ, ഇന്നത്തെ ആ മോശയെ നോക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ വാടി തളർന്ന് കരിഞ്ഞു നിൽക്കുന്ന ഒരു സസ്യത്തെ പോലെ അവൻ, ഹല്ലേലൂയ, ഈ ആ വാഗ്ദത്തം എല്ലാം മറന്ന് ആ ഒരു പ്രത്യേക അനുഭവത്തിൽ ഇന്ന് അവനെ കണ്ടു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, മോശയാണോ എന്ന് നമുക്ക് ചിന്തിപ്പാൻ കഴിയില്ല. അതേ നിലയിൽ അവൻ മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, സമയമായപ്പോൾ, വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ സമയമായപ്പോൾ, ഹല്ലേലൂയ, മോശെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു നിയോഗത്താൽ, ഹല്ലേലൂയ, അവൻ ഹോരേബിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സമയമാകുമ്പോൾ, തക്ക സമയമാകുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ദൈവം, ഹല്ലേലൂയ, ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായി ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ഓരോ ദൈവപൈതലിനും, ദൈവത്തിന്റെ ആ ദൂത് ലഭിച്ച ഓരോ ദൈവപൈതലിനും ഭാരപ്പെടേണ്ട കാര്യമില്ല. തക്ക സമയമാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീരും. നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെറുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവപൈതലേ, വാഗ്ദത്തം നമുക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി തക്ക സമയത്ത് അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. നമുക്കറിയാം, എലിശബത്തും സക്കരിയാവും നീണ്ട 50 വർഷമായി അവർ ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ വാഗ്ദത്തമുണ്ട്, പക്ഷെ അവർക്കൊരു തലമുറയെ കാണുവാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സമയമായപ്പോൾ ആ ആരാധനയിൽ, അല്ലെങ്കിൽ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവദൂതൻ അവിടെ ഇറങ്ങുവാനിടയായി തീർന്നു. പ്രിയ ദൈവമേ, ഹല്ലേലൂയ. അവിടെ ദൂതൻ പറയുന്ന ഒരു ദൂതാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത പല വിഷയങ്ങളുണ്ട്. നാളുകളായി നമ്മുടെ പല വിഷയങ്ങൾക്കും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ, ഹല്ലേലൂയ, അനേക കഷ്ടതകളിലൂടെ, അനേക വേദനകളിലൂടെ, അനേക പ്രയാസങ്ങളിലൂടെ, നിന്ദകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് പലവിധമായ പോരാട്ടങ്ങളുണ്ട്. എന്നാൽ ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവൻ അന്തിമമായ ജയം പ്രാർത്ഥിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർ 4:12 പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുവിൻ. പ്രാർത്ഥന ദൈവത്തോടുള്ള ഒരു അപേക്ഷയായിരിക്കുമ്പോൾ തന്നെ ഒരു പോരാട്ടം കൂടിയാണ്. ഹല്ലേലൂയ. എഫെസ്യർ 6:10 നമ്മൾ കാണുന്നുണ്ട്. 10-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അധിപതികളോട്, അതായത് ഹല്ലേലൂയ, ആത്മീയമായ, അല്ലെങ്കിൽ ഈ അന്തരീക്ഷങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടസേനകളോടാണ്, അല്ലെങ്കിൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങളോടാണ്, പിശാചിന്റെ തന്ത്രങ്ങളോടാണ്, അവന്റെ ഹല്ലേലൂയ, അവന്റെ ശക്തികളോടാണ്, അവന്റെ തന്ത്രങ്ങളോടാണ് നമ്മുടെ പോരാട്ടങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന, ഹല്ലേലൂയ, ശത്രുവിന്റെ പാതാള ഗോപുരങ്ങളെ, അവന്റെ കോട്ടകളെ തകർക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന പോരാളികൾ തളരാതിരുന്നാൽ ഈ ദിവസങ്ങളിൽ സഭ ഉണർത്തപ്പെടും. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലും മറ്റും അനേകർ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. അനേക കള്ളക്കേസുകളിൽ കുടുക്കി, അനേക ദേവദാസന്മാരെ ജയിലിലടക്കി,
പലവിധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. ഈ ദിവസങ്ങൾ നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. മാത്രമല്ല, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഗൾഫ് മേഖലകളിലൊക്കെ അനേകർ വലിയ ആശങ്കകളിലാണ്. ഹല്ലേലൂയ. എന്ത് സംഭവിക്കുമെന്നറിയാതെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളിലെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്, ഇന്നലകളിലെ നമ്മുടെ കണ്ണുനീരിന്റെ നിലവിളിയുടെ മറുപടിയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ, നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന പൊസിഷൻസ്, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന നമ്മൾ ആ പദവികളെല്ലാം ഇന്നലകളിലെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇന്നലത്തെ പരാജയങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കാതെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായി, ദൈവിക സമയത്തിനായി കാത്തിരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഉണങ്ങിയ അസ്ഥികളെ ദൈവത്തിന്റെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ആ വചനത്താൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഉണരുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരു സൈന്യമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെട്ടു പോകാതെ, നാം തളർന്നു പോകാതെ, നമുക്ക് വേണ്ടി ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുമെന്ന് പറഞ്ഞ്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, ദൈവ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, ഹല്ലേലൂയ. ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുവാൻ, അടഞ്ഞ വാതിൽ, നമുക്കറിയാം അപ്പോസ്തലനും പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അകപ്പെട്ട്, അവരുടെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ ശരീരം അടികൊണ്ട് വേദനപ്പെട്ട്, അല്ലെങ്കിൽ അവർ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവരുടെ മേലുള്ള ചെങ്ങലകൾ അഴിയപ്പെട്ടു, അവരുടെ മുമ്പിലുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു. കാരാഗ്രഹത്തിന്റെ ഇരുമ്പ് വാതിലുകൾ തുറക്കപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളിൽ ആരാധനയിലും പ്രാർത്ഥനയിലും ഉച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ചില വഴികൾ തുറക്കപ്പെടുവാൻ, നമുക്ക് വേണ്ടി നമ്മുടെ ബന്ധനങ്ങൾ അഴിയപ്പെടുവാൻ, നമ്മുടെ കെട്ടുകൾ അഴിയുവാൻ, ശത്രു എത്ര വലിയ പ്രതികൂലങ്ങൾ, കെട്ടുകൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ കൊണ്ടുവന്നാലും അതിനെ ജയിപ്പാൻ നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമ്മളെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന പോരാളികളായി ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, പൈശാചിക തന്ത്രങ്ങൾക്കെതിരെ, അവന്റെ സാമ്രാജ്യങ്ങൾക്കെതിരെ, ഹല്ലേലൂയ, ശത്രുവിന്റെ തീയമ്പുകളെ തകർക്കുന്ന പ്രാർത്ഥനയായി ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുവാൻ, നമുക്ക് വേണ്ടി നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ദൈവിക കരുതലുകൾ ഈ ദിവസങ്ങളിൽ കാണുവാൻ, ദൈവിക കരുതൽ നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, പ്രാർത്ഥന പാതാള ഗോപുരങ്ങളെ ഇളക്കുന്നതാണ്. അതിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങുവാൻ നമുക്കറിയാം. ഹല്ലേലൂയ, മോശ ഹല്ലേലൂയ, അമാലേക്കരും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായപ്പോ മോശ കുന്നിന്റെ മുകളിൽ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കുവാനിടയായി തീരും. മോശയുടെ കരം താഴുമ്പോൾ അമാലേക്കർ ജയിക്കുവാനിടയായി തീരും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, മോശയുടെ കൈ എപ്പോഴും ഉയർന്നിരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അഹരോനും ഹൂരും മോശയുടെ കൈ താങ്ങി നിർത്തുകയാണ്, കൈ താഴാതെ. പ്രാർത്ഥന ഉയർന്നിരിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, ശത്രു പരാജയപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. അനുദിനം ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥനയിൽ, നമ്മുടെ ദൈവ കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. അങ്ങനെയാണെങ്കിൽ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ, ശത്രുവിന്റെ പോരാട്ടങ്ങളെ, അവന്റെ പരീക്ഷകളെ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ അനേകരെ ഹല്ലേലൂയ ബലപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുവാൻ,
ഹാലേലുയ തക്ക സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമുക്കറിയാം. 38 വർഷമായി ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ആ പക്ഷപാതക്കാരനായ മനുഷ്യനെ തേടി കർത്താവ് വരികയാണ്. ഹാലേലുയ അവനോട് വന്ന കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? അവൻ പറയാണ്, കർത്താവെ എന്നെ സഹായിപ്പാൻ ആരുമില്ല, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുന്നു. ഹാലേലുയ ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പലരും നമ്മളെ കൈവിടുവാനിടയായിത്തീരും. എല്ലാവരും നമ്മെ ഉപേക്ഷിപ്പാനിടയായിത്തീരും. പലരും മാറി നിന്ന് നമ്മെ കുറ്റപ്പെടുത്തുവാനിടയായിത്തീരും. ഹാലേലുയ പലപ്പോഴും ഹാലേലുയ ഹൃദയവേദനയോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവപൈതലെ, ഹാലേലു നിന്നെ കുറ്റപ്പെടുത്തുന്നവർ, നിന്നെ വേദനപ്പെടുത്തുന്നവർ ഉണ്ടായിരിക്കാം. ഹാലേലുയ എന്നാൽ ഹന്ന ദൈവസന്നിധി ചെയ്ത പോലെ പെനീനയുടെ കുത്തുവാക്കുകൾ തനിക്ക് സഹിക്കുവാൻ കഴിയാത്ത നിലയിൽ വന്നപ്പോഴും ഹാലേലുയ ഹന്ന ചെയ്ത് താൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തോട് തന്റെ വേദനകൾ, തന്റെ ഹൃദയം ദൈവത്തോട് പങ്കുവച്ചപ്പോൾ ഹാലേലുയ ദൈവം അവൾക്ക് വേണ്ടി വഴികളെ തുറക്കുവാനിടയായി തീർന്നു. ഈ മനുഷ്യന്റെ അടുക്കലേക്ക് വന്ന് യേശു ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറയുന്നു, കർത്താവേ എന്നെ സഹായിപ്പാൻ ആരുമില്ല. എന്നാൽ ഹാലേലുയ ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കാണുന്നു, കുളം കലങ്ങുന്നത് ഞാൻ കാണുന്നു. ഹാലേലുയ എന്നാൽ ഹാലേലുയ എനിക്ക് ആ സൗഖ്യം പ്രാപിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ സമയമായപ്പോൾ, തക്ക സമയമായപ്പോൾ യേശു കർത്താവ് ആ കുളക്കരയിൽ അവനെ വിടുവിപ്പാൻ വേണ്ടി വരുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ സ്വന്തം ബന്ധുക്കളെല്ലാം കൈവിട്ടാലും, നിന്നെ കൈവിടാതെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ലോകം കാണുന്നത് പോലെയല്ല അവൻ നിന്നെ കാണുന്നത്. നമുക്കറിയാം, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, ലോകമെല്ലാം അവനെ ഭ്രാന്തൻ എന്നാണ് വിളിക്കുന്നത്. ഒരു മനുഷ്യനും അവനെ അടക്കുവാൻ കഴിയത്തില്ല. കല്ലറകളിലാണ് പാർക്കുന്നത്, കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഹാലേലുയ എത്ര വലിയ ബന്ധനവും അവൻ പൊട്ടിക്കും. കല്ലറകളിലാണ് പാർക്കുന്നത്. എന്നാൽ യേശു ലോകം കാണുന്നത് പോലെയല്ല യേശു അവനെ കാണുന്നത്. ലോകമെല്ലാം ഒരു ഭ്രാന്തനായി അവനെ കാണുമ്പോൾ ഇതാ യേശു അവനെ കാണുന്നത് അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ അടുത്ത നാളുകളിൽ ദൈക്കപ്പൊലി നാട്ടിൽ എന്റെ സുവിശേഷകനാകാനുള്ള വ്യക്തിയായിട്ടാണ്. പ്രിയമുള്ളവരെ, ഹാലേലുയ ലോകം നമ്മളെ വിധിച്ച വിധിയെ ദൈവം മാറ്റി എഴുതുവാനിടയായി തീരും. ഹാലേലുയ സമയമായപ്പോൾ കർത്താവ് ശിഷ്യന്മാരുമായി അവനെ വിടുവിപ്പാൻ കടന്നെല്ലുവാനിടയായി തീർന്നു. ഹാലേലുയ എത്ര വലിയ ലോകം പറയുകയാണ്, ഇവൻ ഒരിക്കലും ഇനി ഉയരുകയില്ല, ഇവൻ ഒരിക്കലും ഈ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുകയില്ല. ഡോക്ടർമാർ, വൈദ്യന്മാർ വിധി എഴുതി ഈ രോഗം ഇനി സൗഖ്യമാകുകയില്ല, ഇനി ഹാലേലുയ മരണമാണ്, അല്ലെങ്കിൽ ഇനി ഇതിന് വിടുതലില്ല എന്ന് പറയുമ്പോൾ ഹാലേലുയ 38 വർഷം ആവർത്തിച്ച് പരിശ്രമിച്ചിട്ട് വിടുതൽ കാണാതിരുന്ന ആ മനുഷ്യനെ തേടി യേശു വന്നതുപോലെ, അല്ലെങ്കിൽ ഈ കുളക്കരയിൽ, അല്ലെങ്കിൽ ഈ കല്ലറയിൽ കിടന്ന ഈ മനുഷ്യനെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തടുത്ത് ഹാലേലുയ ആ മനുഷ്യനെ വിടുവിപ്പാൻ യേശു വന്നതുപോലെ, ഹാലേലുയ ആ വിധവയുടെ മകൻ മരിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ഹാലേലുയ അല്പസമയം കൂടി കഴിഞ്ഞാൽ നയീനിലെ വിധവയുടെ മകൻ ആ സെമിത്തേരിയിൽ അടക്കപ്പെടുവാനിടയായി തീരും. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ആ നയീൻ ആ പട്ടണത്തിന്റെ ആ വാതുക്കൽ വെച്ച് യേശു അവളെ കണ്ടുമുട്ടുമ്പോൾ ഹാലേലുയ അവളോട് യേശു പറയുകയാണ്, മകളെ നീ കരയണ്ട, നിന്റെ കണ്ണുനീരിന്റെ മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർക്കും അവളുടെ ഹൃദയത്തിന്റെ ആ വേദനയുടെ ആഴം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കാരണം തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, തന്റെ ഏക ആശ്രയമായിരുന്ന താൻ വളർത്തിക്കൊണ്ടുവന്ന തന്റെ മകനും നഷ്ടപ്പെടുവാനിടയായി തീർന്നു. ഹാലേലുയ എന്നാൽ ഹാലേലുയ ഇവിടെ ഇതാ ഈ സഹോദരിയെ ഹാലേലുയ വിടുവിപ്പാൻ, അല്ലെങ്കിൽ അവളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ യേശു കടന്നു വരികയാണ്. യേശു അവളോട് പറയുകയാണ്, നീ കരയണ്ട. ഹാലേലുയ യേശു ആ മഞ്ചം തൊട്ട് ആ യൗവനക്കാരനെ എഴുന്നേൽപ്പിച്ച് ഹാലേലുയ യേശു ആ വിധവയായ സ്ത്രീയുടെ കരങ്ങളിലേക്ക് ജീവനുള്ളവനായി ആ മകനെ നൽകുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഹാലേലുയ ഇനി
ഒരിക്കലും ഉയർക്കുകയില്ല എന്ന് പറഞ്ഞ, ഇനി ഒരിക്കലും നിനക്കൊരു ഉയർച്ച കാണുവാൻ കഴിയുകയില്ല, നിനക്ക് ഹാലയിൽ ഒരിക്കലും ഒരു വിടുതൽ ഉണ്ടാകുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ തക്ക സമയത്ത് ഹാലയിലെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ഹാലേലിയ. 12 വർഷക്കാലം രക്തസ്രാവം ബാധിച്ച് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഹാലേലിയ ഇനി ഹാലേലിയ യാതൊരു ആശയ്ക്കും വകയില്ലാതിരുന്ന ആ രക്തസ്രാവം ബാധിച്ച സ്ത്രീ ഇതാ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഹാലേ തന്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു. ഹാലയിൽ യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ ആ സഹോദരിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം യേശുവിനോടൊപ്പം എപ്പോഴും വലിയൊരു ജനക്കൂട്ടം, അതും പുരുഷന്മാർ, ശിഷ്യന്മാരാണ്. എന്നാൽ അവരെ എല്ലാം വകഞ്ഞു മാറ്റി ഈ സഹോദരി, കാരണം അവളുടെ ആവശ്യം അത്രയ്ക്ക് വലിയതായിരുന്നു, അവളുടെ വിഷയം അത്രയ്ക്ക് വലിയതായിരുന്നു. അവൾ ആ യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുവാനിടയായി തീർന്നു. യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ യേശു അവിടെ നിന്നു തിരിഞ്ഞു ചോദിക്കുകയാണ്, എന്നെ തൊട്ടതാര്? കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹാലേലുയ വിശ്വാസം ദൈവത്തിന്റെ അത്ഭുതത്തെ കൊണ്ടുവരുവാനിടയായി തീരുന്നു. ഹാലേലുയ നമ്മുടെ കാത്തിരിപ്പ് ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരുവാനിടയായി തീരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ അവനെ ടച്ച് ചെയ്യുമെങ്കിൽ, വിശ്വാസത്തോടെ അവനെ സ്പർശിക്കുമെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഹാലിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാനിടയായി തീരും. ഉടമനതല ശംഭവാറിവൽഖമനതല. ദൈവത്തിന്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തുവാനിടയായി തീരും. ദൈവത്തിന്റെ ഹാലിലെ സ്പർശനം അല്ലെങ്കിൽ നമ്മുടെ ഏത് സാഹചര്യത്തെ മാറ്റുവാനിടയായി തീരും. ഒരിക്കൽ ഒരു ഷോപ്പ് ഉടമ അദ്ദേഹത്തിന്റെ ഷോപ്പ് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു ബോർഡ് വെക്കുവാനിടയായി തീർന്നു. ആളുകളെല്ലാം പിടിച്ചു കയറി. കാരണം നല്ല സാധനങ്ങളെല്ലാം വില കുറച്ച് വിൽക്കുന്നു, ഷോപ്പ് സെയിൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും വില കുറച്ച് വിൽക്കുകയാണ്. ഓരോ സാധനങ്ങളും അപ്പം 1000 രൂപ വിലയുള്ള സാധനമാണെങ്കിൽ അതിന്റെ പ്രൈസ് ടാഗ് മാറ്റിയിട്ട് 200 രൂപയാണ് എഴുതുന്നത്. അപ്പോൾ അതുപോലെ ഈ സാധനങ്ങളെല്ലാം ചൂടപ്പം പോലെ വിറ്റു പോവുകയാണ്. ആൾക്കാരെല്ലാം ഇടിച്ചു കയറുന്നു. ഇത് അവിടെ ഒരു ഗിറ്റാറിന്റെ കമ്പി പൊട്ടിയതാണ്. ആ ഗിറ്റാറിന് വളരെ തുച്ഛമായ ഒരു വിലയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വെറും 50 രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അതാരും വേണ്ട. കാരണം കേടായ അല്ലെങ്കിൽ കമ്പി പൊട്ടി നാശമായിരിക്കുന്ന ഈ ഗിറ്റാറ് വാങ്ങിക്കാൻ ആളില്ല. എന്നാൽ അവിടെ വന്നവരിൽ ഒരു മനുഷ്യൻ ആ ഗിറ്റാർ എടുത്തൊന്ന് നോക്കി. ഗിറ്റാറെടുത്ത് നോക്കിയിട്ട് അതിന്റെ സ്ട്രിങ്സ് അതിനെ കെട്ടുവാൻ അറിയാവുന്ന വ്യക്തിയായിരുന്നു. അതിന്റെ കമ്പിയൊക്കെ താനൊന്ന് കെട്ടി അതിനെ ഒന്ന് ട്യൂൺ ചെയ്ത് അതിനകത്തുനിന്ന് ഒരു ട്യൂൺ വായിച്ചപ്പോൾ അത് വളരെ മനോഹരമായി. ഉടനെ ആ ഷോപ്പിന്റെ ഉടമ വന്നിട്ട് ആ ഗിറ്റാർ വാങ്ങി അതിനകത്ത് എഴുതിയിരുന്ന പ്രൈസ് ടാഗ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വലിയൊരു തുക അതിന്റെ പ്രൈസ് എഴുതി വെക്കുവാനിടയായി തന്നു. പ്രിയമുള്ളവരെ, നിമിഷ നേരം കൊണ്ടാണ് ആ ഗിറ്റാറിന്റെ വില മാറുവാനിടയായി തീർന്നത്. അതുപോലെ ജീവിതത്തിൽ പലപ്പോഴും ഹാലേലൂയ ചുരുങ്ങിയ നിമിഷം മതി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുവാൻ. കാരണം ദൈവിക സ്പർശനം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും. ദൈവിക സ്പർശനം നമ്മളെ വിലയുള്ളതാക്കി മാറ്റും. ഹാലേലൂയ. ദൈവിക സ്പർശനം നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം തരുവാനിടയായി തീരും. ആ ശതാധിപൻ പറഞ്ഞ പോലെ, കർത്താവേ ഒരു വാക്ക് മതി, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ വിടുവിക്കപ്പെടും, സൗഖ്യമാകുവാനിടയായി തീരും. ഹാലേലൂയ. അങ്ങനെ ആ മനുഷ്യന്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവന്റെ വിശ്വാസത്തെ പുകഴ്ത്തുവാനിടയായി തീർന്നു. ഹാലേലൂയ. അവൻ ഹാലേലൂയ ആ മാത്രയിൽ തന്നെ സൗഖ്യം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹാലേലൂയ പ്രിയമുള്ളവരെ, ഹാലേലൂയ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അധികം സമയമൊന്നും ആവശ്യമില്ല. ഹാലേലൂയ. ദൈവിക സ്പർശനം നമ്മളെ വ്യത്യാസപ്പെടുത്തുവാനിടയായി, നമ്മുടെ ശൂന്യമായ അവസ്ഥകളെ, നമ്മുടെ പാഴായിപ്പോയ അവസ്ഥകളെ ഹാലേലൂയ നമുക്ക് അതിനെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നാളെക്കുറിച്ചുള്ള ആശങ്കകൾ, നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ഇതെല്ലാം ഒന്ന് മാറുവാൻ ഹാലേലൂയ പൗലോസിനെ പോലെ ഹാലേലൂയ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ
ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപതിഥി, അവനെ നടത്തുവാൻ ശക്തനാണ് എന്ന് വിശ്വസിക്കുമെങ്കിൽ ഹാലേലുയ നമുക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുവാനിടയായി തീരും. ഹാലേലുയ. ഇവിടെ ഹാലേലുയ പൗലോസ്, നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിൽ നിമിഷങ്ങൾ കൊണ്ടാണ് തന്റെ നിരാശകൾ മാറുവാനിടയായി തീരുന്നത്. അവൻ കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷേ എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞപ്പോൾ ഹാലേലുയ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി നിമിഷ നേരങ്ങൾ കൊണ്ട്. അതുവരെ ആ വലയിൽ കയറാൻ മടിച്ചു നിന്ന മത്സ്യങ്ങളെല്ലാം അതിനോട് ദൈവം കൽപ്പിച്ചിരുന്നു കയറണം, കാരണം സമയമായിട്ടില്ല. ദൈവം അതിനോട് കൽപ്പിച്ചിരിക്കുകയാണ്, ഒരൊറ്റ ഒരെണ്ണം പത്രോസിന്റെ വലയിൽ കയറരുത്. ദൈവം സമുദ്രത്തിൽ ഒരതിരിട്ട് മത്സ്യങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഒരെണ്ണവും അതിനകത്ത് കയറരുത്. എന്നാൽ കർത്താവിന്റെ വാക്ക് കേട്ട് അവൻ വലയിറക്കിയപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഹല്ലേലൂയ ആ വല നിറഞ്ഞ് കവിയുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാക്കിന് ഹല്ലേലൂയ നമ്മൾ വലയിറക്കിയാൽ, ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൻ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഈ ലോകമെല്ലാം പറഞ്ഞു ഹല്ലേലൂയ ഇനി ഒരു ഉയർപ്പില്ല, എന്നാൽ ദൈവം നമ്മെ ഉയർക്കുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി ഉയർച്ചകളെ നൽകുന്ന ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഒരു തരുമ്പ് പോലും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് മെലീത്ത ദ്വീപിലെത്തിയപ്പോൾ ഹല്ലേലൂയ ഒരണലി അവന്റെ ശരീരത്തിൽ കടിച്ചു തൂങ്ങിയപ്പോൾ എല്ലാവരും വിധി എഴുതി, ഹല്ലേലൂയ ഇവൻ ചത്തു വീർക്കുകയുള്ളൂ, ഇവൻ രക്ഷപ്പെടുകയില്ല, ഇവനൊരു കുലപാതകനാണ്, സംശയമില്ല. ലോകം അല്ലെങ്കിൽ എല്ലാവരും വിധി എഴുതി ഇവൻ ഒരു കുലപാതകനാണ്, ഇനി ഇവൻ രക്ഷയില്ല എന്ന് പറഞ്ഞു, ഇവന് ഉയർക്കുകയില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവനൊരു വിടുതൽ കാണാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് എന്താണ് ചെയ്തത്? ആ ദുഷ്ടജന്തുവിനെ ആ തീയിലേക്ക് കുടഞ്ഞു കളയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആരവനെ നിന്ദിച്ചുവോ, അവനൊരു കൊലപാതകിയാണെന്ന് പറഞ്ഞു, അവരെ കൊണ്ട് തന്നെ തിരിച്ച് ഇവൻ ഒരു ദേവനാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മളെ നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, വേദനിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കൊണ്ട്, നിന്നെ അവഗണിച്ചവരെ കൊണ്ട് തന്നെ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി മാറ്റി നിർത്തിയവരെ കൊണ്ട് തന്നെ ഹല്ലേലൂയ തിരിച്ച് ഹല്ലേലൂയ പറയിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ട, അല്ലെങ്കിൽ നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം നിന്നെ പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കുശവന് ഹല്ലേലൂയ തന്റെ കയ്യിലിരിക്കുന്ന മണ്ണിനെ കുറിച്ച് ഒരു സ്വപ്നമുള്ളതുപോലെ, ഒരു പദ്ധതി ഉള്ളതുപോലെ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ വിഷൻ നമ്മെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് ഒരു പദ്ധതി നമ്മെ കുറിച്ചുണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ ചില വഴികളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവിക പദ്ധതികളും ദൈവിക സ്വപ്നങ്ങളും ദൈവത്തിന്റെ നിയോഗങ്ങളും നമ്മിൽ വീണ് കിടപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, നമ്മൾ ഏത് മരുഭൂമിയിലാണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് പൊട്ടക്കിണറ്റിലാണെങ്കിലും അവിടെ നിന്നും നമ്മെ പുറത്തെത്തിക്കുവാൻ ദൈവം ഹല്ലേലൂയ നീ അറിയാത്ത വഴികളെ, അല്ലെങ്കിൽ അറിയാത്ത വ്യക്തിജീവിതങ്ങളെ ദൈവം ഉപയോഗിക്കുവാനിടയായി തീരും. നമുക്കറിയാം, ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ മിദ്യാന്യ കച്ചവടക്കാർ അതുവഴി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ മിദ്യാന്യ കച്ചവടക്കാർ യാദൃച്ഛിക വന്നതല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിനകത്ത് ദൈവത്തിന്റെ വഴിയായിരുന്നു, അത് ദൈവത്തിന്റെ റൂട്ടായിരുന്നു അത്. പ്രിയമുള്ളവരെ, നമുക്ക് തോന്നാം അത് ഹല്ലേലൂയ അതൊരു യാദൃച്ഛികമാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തോന്നാം അതൊരു യാദൃച്ഛികമാണെന്നല്ല. അത് ദൈവത്തിന്റെ വഴി അതിലുണ്ട്, ദൈവത്തിന്റെ റൂട്ട് അതിലുണ്ട്. ദൈവിക സ്വപ്നങ്ങൾ, ദൈവിക വഴികൾ, ദൈവത്തിന്റെ പദ്ധതി, അതിന്റെ നിയോഗം നമ്മൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കുവാൻ, നാം ഏത് അവസ്ഥയിൽ കുരുങ്ങിക്കിടന്നതാണ്,
ഏത് പൊട്ടക്കണച്ചിലാണെങ്കിലും അവിടുന്ന് നമ്മെ പുറത്തെത്തിക്കുവാൻ, എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ, ഹല്ലേലൂയ, നമ്മൾ അറിയാത്ത വ്യക്തി ജീവിതങ്ങളെ, നമ്മൾ അറിയാത്ത വഴികളെ ദൈവം ഉപയോഗിക്കുവാനായിട്ട്, ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല, ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്ന സ്വന്തക്കളോ ബന്ധുക്കളോ ഒന്നും ആയിരിക്കത്തില്ല. എന്നാൽ അവരെല്ലാം നമ്മളെ കൈവിട്ടെന്ന് വരാം, അവരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചെന്ന് വരാം. എന്നാൽ ദൈവം നമ്മളെ കൈവിടാത്തിടത്തോളം കാലം, ഹല്ലേലൂയ, ഒരു 100 വഴികളെ അല്ലെങ്കിൽ 1000 വഴികളെ ദൈവം നമുക്കായി ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ആ സമയം തെറ്റാതെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. അതുകൊണ്ട് ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനോട് പറയാം, പൗലോസേ, നീ കയറിയ കപ്പൽ ഒരുപക്ഷെ തകർന്നേക്കാം, പക്ഷേ ഹല്ലേലൂയ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടേക്കാം, പക്ഷേ നീ എവിടെ എത്തുമെന്നും നീ അവിടെ പ്രസംഗിക്കുമെന്നുമുള്ള ദൂത് നിന്നിൽ കിടപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തക്ക സമയത്ത് ആ സ്ഥാനത്ത് നിർത്തുവാൻ ദൈവം വഴിയൊരുക്കും. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, മുഴങ്കാൽ മടക്കിയപ്പോൾ ദൈവം പൗലോസിനോട് പറഞ്ഞ ദൂത്, അല്ലെ, നിന്റെ തലയിൽ ഒരു രോമം, അല്ലെങ്കിൽ നിന്നോടൊപ്പമുള്ള ആ 276 യാത്രക്കാരുടെയും തലയിൽ ഒരു രോമം പോലും വീഴുകയില്ല. കപ്പൽ തകരും, പക്ഷെ നിങ്ങൾ തകരുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മൾ കിടപ്പുണ്ടെങ്കിൽ, ആ ദൂത് നമ്മൾ കിടപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കപ്പൽ തകർന്നാലും അതിന്റെ ഒരു തടിക്കഷ്ണമെങ്കിലും നമ്മെ രക്ഷ പ്രാപിപ്പാനുള്ള വഴിയായി ദൈവം ഒരുക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ഹല്ലേലൂയ നമ്മളെ ശക്തമാകുമ്പോൾ, ഹല്ലേലൂയ, ബന്ധനങ്ങൾ അല്ലെങ്കിൽ ചങ്ങലകൾ ദുർബലമാകുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥന മുറുകുമ്പോൾ ചങ്ങലകൾ ദുർബലമാകും. പ്രാർത്ഥന ശക്തമാകുമ്പോൾ ബന്ധനങ്ങൾ അഴിയും. അതിന് ഉദാഹരണമല്ലേ, ഹല്ലേലൂയ, ഹെരോദാവ് ബന്ധിച്ച ആ ബന്ധനങ്ങൾ സഭ പ്രാർത്ഥനയിലൂടെ അഴിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പത്രോസ്, ഹല്ലേലൂയ, കാരാഗൃഹത്തിൽ അകപ്പെട്ടപ്പോൾ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അടുത്ത ഊഴം പത്രോസിനാണ്. അടുത്തൊരു പ്രഭാതമുണ്ടെങ്കിൽ പത്രോസിന്റെ കഴുത്തിന് മേളിൽ തല കാണുകയില്ല, കൊല്ലപ്പെടും. ഹെരോദാവ് അവനെ പിടിച്ച്, അല്ലെങ്കിൽ അവനെ കാരാഗൃഹത്തിൽ അകപ്പെടുത്തിയിരിക്കുക. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെരോദാവ് കെട്ടിയിടുന്നതിനെ സഭ പ്രാർത്ഥനയിൽ അഴിക്കുകയാണ്. അടച്ചിട്ട ആ മുറിക്കകത്ത്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ പ്രാർത്ഥനയിൽ ദൂതൻ അവിടെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, പ്രാർത്ഥനയിൽ ദൂതൻ ഇറങ്ങണം. ഹല്ലേലൂയ. അത് നമ്മുടെ വിഷയങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും, ഏത് സംസ്ഥാനത്തിലാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും, ഏത് വിഷയത്തിന്റെ മേലാണെങ്കിലും, ഹല്ലേലൂയ, ദൂതൻ ഇറങ്ങട്ടെ. ദൈവിക വിടുതലുമായി ദൂതൻ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ, ഹല്ലേലൂയ, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ, ഹല്ലേലൂയ, ബന്ധനങ്ങളെ അഴിക്കുന്നതാണ് ഹല്ലേലൂയ പ്രാർത്ഥന. ദൈവിക സമയത്തിനായി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നമുക്കറിയാം, ആ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് ആ സമയം അടുക്കും തോറും പരിശോധനകൾ, പരീക്ഷകൾ വർദ്ധിക്കുവാനിടയായി തീരും. എന്നാൽ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ, ജോസഫ് ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ, സമയമായപ്പോൾ ദൈവം അവന് വേണ്ടി ഒരു വഴി തുറക്കുവാനിടയായി. പക്ഷെ ജോസഫ് ശ്രമിച്ചു. പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ വിടുതൽ പ്രാപിച്ച് കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ എന്റെ കാര്യം കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ആ മനുഷ്യൻ അവനെ മറന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് ദൈവമായിട്ട് അവനെ മറന്നു പോക്കിയതാണ്. കാരണം ദൈവത്തിന്റെ സമയമായിട്ടില്ല. ദൈവത്തിന്റെ സമയമായപ്പോൾ, ഹല്ലേലൂയ, രാജാവ് ഒരു സ്വപ്നം കാണുവാൻ ഇടയായി തീർന്നു. അത് വ്യാഖ്യാനിക്കുവാൻ വേണ്ടി അവനെ, ഹല്ലേലൂയ, പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ഇന്നലെ വരെ, ഹല്ലേലൂയ, ഒരു തടവറയിൽ ഒരു അല്ലെങ്കിൽ ഒരു 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 ജയിൽ പുള്ളിയായി കിടന്ന ജോസഫിനെ പെട്ടെന്ന് രാജാവ് അവന്റെ വസ്ത്രം മാറി, അവന്റെ രൂപം മാറി, അവനെ ഇതാ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ കൊട്ടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് അവൻ അപ്പോയിന്റ് ചെയ്യാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ,
നമുക്ക് വേണ്ടി, നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്ക സമയത്ത് അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. എല്ലാവരും അവനെ മറക്കുമ്പോൾ, സ്വന്തം സഹോദരങ്ങളെല്ലാം അവനെ മറന്നു, മാതാപിതാക്കൾ അവനെ മറന്നു, അല്ലെങ്കിൽ എല്ലാവരും അവനെ മറന്നു, കൂടെ തടവറയിൽ കിടന്ന ആ ആ മനുഷ്യൻ പോലും അവനെ മറന്നു. പക്ഷേ ദൈവം അവനെ മറന്നില്ല. ദൈവം അവനെ ഓർക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം അവനെ ഓർത്തപ്പോൾ, അത് തക്ക സമയത്താണ് ദൈവം അവനെ ഓർത്തത്. ദൈവം അവനെ പുറത്തു കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവത്തിലെ ഹല്ലേലൂയ, നിന്നെ തക്ക സമയത്ത് അവൻ ഓർത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഇനി ഒരിക്കലും ഉയർക്കയില്ലെന്ന് പറഞ്ഞാണ് യേശു കർത്താവിനെ ഹല്ലേലൂയ അവർ കല്ലറയിൽ അടച്ചത്. ഉയർക്കാതിരിക്കുവാൻ അവർ എല്ലാ നിലകളിലും അതിനെ ക്ലോസ് ചെയ്യുവാനിടയായി തീർന്നു. കാവൽക്കാരെ നിർത്തി റോമൻ ഇമ്പീരിയൽ മുദ്ര വെച്ചു. അതിൽ വലിയ ഭാരമുള്ള ഒരു കല്ലെടുത്ത് അതിനെ ആ കല്ലറയിൽ അടച്ചു വെച്ചു. അതിൽ ഇനി ഉയർക്കരുത്. കാലിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. ആദ്യത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, രണ്ടാമത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, മൂന്നാം ദിവസത്തിൽ സമയമായപ്പോൾ ഹല്ലേലൂയ കല്ലറകൾ പൊട്ടി, അല്ലെങ്കിൽ ആ കല്ലറ തുറന്നു. ആ ഭാരമുള്ള കല്ല് ഉരുണ്ടു മാറി. ഹല്ലേലൂയ അകത്ത് കിടന്നവൻ ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു സമയത്തേക്ക് നമ്മുടെ വാഗ്ദത്തത്തെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ ഉയർച്ചയെ, നമ്മുടെ ദൂതിനെ ചില നിമിഷങ്ങളേക്ക്, അല്പസമയത്തേക്ക് താമസിപ്പിക്കുവാൻ, തടഞ്ഞു വെക്കുവാൻ ഒരുപക്ഷെ ശത്രുവിന് കഴിഞ്ഞുവെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. എന്നാൽ എപ്പോഴും അത് കഴിയത്തില്ല. സമയമാകുമ്പോൾ, സമയമാകുമ്പോൾ ഹല്ലേലൂയ തടസ്സങ്ങൾ വഴിമാറും, ബന്ധനങ്ങൾ മാറും. ഹല്ലേലൂയ പൊട്ടി മാറും. ഹല്ലേലൂയ. ഇവിടെ വാഗ്ദത്തം ഹല്ലേലൂയ, അല്ലെങ്കിൽ വാഗ്ദത്തം, നമ്മുടെ മേലുള്ള വാഗ്ദത്തം ശത്രു ഹല്ലേലൂയ പോരാടി, അല്ലെങ്കിൽ അതിനെ താമസിപ്പിക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി താമസിപ്പിക്കുവാൻ, നമ്മുടെ മേലുള്ള ദൂതിനെ താമസിപ്പിക്കാൻ അവൻ പോരാടി എന്ന് വന്നേക്കാം. എന്നാൽ തക്ക സമയമായപ്പോൾ ഹല്ലേലൂയ അത് തുറക്കപ്പെടും, വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടുവാൻ ശ്രമിച്ചവരുടെ നടുവിൽ ദൈവം നമ്മെ കരം പിടിച്ചുയർത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഈശാനമൂലനെ പോലെ ചില കാറ്റുകൾ നമ്മുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഇപ്പോൾ തകർന്നു പോകും. കർത്താവെ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. കഷ്ടങ്ങൾ ഒന്നൊന്നായി, പല പല രീതിയിൽ പരാജയങ്ങൾ, പലവിധമായ രോഗങ്ങൾ, കടഭാരങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്ന് ഹല്ലേലൂയ നമ്മളെ, നമ്മുടെ മനസ്സിനെ പോരാടുവാൻ, നമ്മുടെ ഹല്ലേലൂയ ഉണർവിനെ നഷ്ടപ്പെടുത്തിക്കളെ, നമ്മളെ മാനസികമായി ക്ഷീണിപ്പിക്കുവാൻ ശത്രുവായ പിശാച് പലപ്പോഴും പോരാടുമ്പോൾ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ കല്ലറകളെ പൊട്ടി കർത്താവ് പുറത്തു വന്നതുപോലെ ശത്രുവിന്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട്, മരണവാശങ്ങളെ അഴിച്ച് യേശു പുറത്തു വന്നതുപോലെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ പോരാട്ടങ്ങളെ തകർത്തുകൊണ്ട് ഹല്ലേലൂയ പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള ശക്തി ദൈവം നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി അല്പസമയത്തേക്ക് തടഞ്ഞു വെക്കുവാൻ ചിലപ്പോൾ ശത്രുവിന്റെ പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ സമയമാകുമ്പോൾ ഹല്ലേലൂയ വിടുവിക്കപ്പെടാൻ സമയമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ വഴിമാറുവാനിടയായി തീരും. എന്നും നീ ബന്ധിക്കപ്പെട്ടവനായി, എന്നും നീ രോഗിയായി, എന്നും തകർക്കപ്പെട്ടവനായി, എന്നും കഷ്ടതയിൽ പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. വാഗ്ദത്തമുള്ളവന്റെ വടി തളർക്കുവാനിടയായി തീരും. മറ്റുള്ളവന്റെ ഒന്നും വടി തളർത്തില്ലെങ്കിലും വാഗ്ദത്തമുണ്ടോ, അഹരോന്റെ വടി മാത്രം തളർത്തതുപോലെ വാഗ്ദത്തമുള്ളവന്റെ വടി തളർക്കുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ നമ്മുടെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടുവാൻ ശത്രു ഹല്ലേലൂയ പലരെയും എഴുന്നേൽപ്പിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ഹല്ലേലൂയ ജീവിക്കുന്നു. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സമയം
തക്ക സമയമാണ്. ആ തക്ക സമയത്തിൽ നമ്മൾ തക്ക സ്ഥലത്താണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുവാനിടയായി തീരും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യം ഇതാണ്: അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുകയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്കായി ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം, കാത്തിരിക്കാം. സമയമാകുമ്പോൾ ഹല്ലേലൂയ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വഴിമാറും. ദൈവിക കരുതലുകൾ കാണും. ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുവാനിടയായി. ഉടമന തുരകൽ കമന ദുരകടകക്ഷമല ധീരകല ശംഭമരിവൽ കഥല. കർത്താവ്, ഈ വചനം കേട്ട് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ വഴിമാറട്ടെ. ഹല്ലേലൂയ. പരീക്ഷകൾ, പോരാട്ടങ്ങളെ അതിജീവിപ്പാൻ ദൈവിക ശക്തി ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവം അങ്ങേക്ക് പ്രവർത്തിക്കാൻ അല്പസമയം മതി, ചുരുങ്ങിയ നിമിഷങ്ങൾ മതി ഞങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ, ഞങ്ങളെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവിക കരുതൽ കാണുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ശത്രുവിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ, പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുമാറാകണം നല്ല പിതാവേ, ആമേൻ. ദൈവ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.